അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 5 ബൗൾ എടുത്തിട്ടുണ്ട്. 5 ബൗളിലും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ മുട്ട പൊട്ടിച്ചത് ഓരോ ബൗളിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 5 ബൗളിലും 5 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി, ഒരു നുള്ള് കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനൊരു കടായിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മുട്ട പൊട്ടിച്ച് ബൗളിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നത് വെച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിം വയ്ക്കുക. ഇതൊന്ന് ആവിയേറ്റി വേവിച്ചെടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം മുട്ട കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നും മുട്ട എടുത്ത് മാറ്റി ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ചെറിയൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ചേർക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നില്ല. ചെറിയ ജീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുഴുവൻ മല്ലിയും കൂടി ചേർക്കാം. ഇനി ചെറിയൊരു കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 3 ഏലക്ക അതിൻ്റെ തൊണ്ട് മാറ്റിയിട്ട് അതിൻ്റെ സീഡ് മാത്രം ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയം ഫ്ലെയിം ഓഫാക്കി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ആവിയേറ്റി മുട്ട പുഴുങ്ങിയെടുത്തതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. ഇനി നമുക്ക് ഇത് ബൗളിൽ നിന്ന് ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അടിപൊളിയായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ബൗളിൽ നിന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ മുട്ടയെല്ലാം ബൗളിൽ നിന്ന് ഇളക്കി മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ റോസ്റ്റ് ചെയ്തതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതായത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ പച്ചമുളകും ഒരു ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. 7 അല്ലി വെളുത്തുള്ളി അല്ലികളും എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് പേസ്റ്റ് പരുവത്തിന് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ തരികളോടുകൂടി അരച്ചെടുക്കുക. ഇനി ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഏതെണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചൊരു നാടൻ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. വലിയ ജീരകമാണ്. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. ജീരകം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 4 വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. സവാള വഴന്ന് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റിൽ ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പകുതി സവാളയും പകുതി ചെറിയ ഉള്ളിയും ചേർത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് എടുക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാനിപ്പോൾ സവാള മാത്രമാണ് എടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഇതുപോലെ വാടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ അരച്ച് വെച്ചില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം തന്നെ വെച്ച് കൊടുക്കുക.
അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഞാനിപ്പോൾ 2 വലിയ തക്കാളി മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് തരിതരിപ്പായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം ഒന്ന് വറ്റി വയന്ന് വരണം. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒഴിച്ചു വെച്ച മസാലയല്ലേ, അതെല്ലാം മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് കുരുമുളക് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അധികം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഇത് റോസ്റ്റ് ചെയ്തിട്ടില്ലേ പൊടിച്ചെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഒരുപാടിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. മല്ലിയൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറവുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ഇത് മുട്ട ഒരുപാടങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഗ്രേവി എല്ലാം ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്തിട്ടെടുക്കാം. നല്ലതുപോലെ വറ്റിച്ചാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റിൽ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൊടിഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ മുകളിലും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. കൂടുതൽ നേരം വെച്ചിരിക്കരുത്. അപ്പം നമ്മൾ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. മുട്ട ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടെ നിങ്ങൾക്ക് ഗ്രേവി വറ്റിക്കണമെന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം. ഞാൻ ഈ ഒരു രീതിക്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം മുട്ട വെച്ചിട്ട് ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്